ഹലോ എല്ലാവർക്കും റോസസ് ടേസ്റ്റിയോസിൻ്റെ പുതിയ ഓണം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിപ്പരിപ്പില്ലാത്തൊരു സദ്യ ഉണ്ടാവില്ല. വിവാഹമാണെങ്കിലും വിഷു ആണെങ്കിലും ഓണം ആണെങ്കിലും നമ്മളൊരു സദ്യ ഒരുക്കി കഴിഞ്ഞാൽ അതിൽ കട്ടിപ്പരിപ്പ് നിർബന്ധമാണല്ലേ. അപ്പം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ നാട്ടിലെ രീതിയല്ല, ഞങ്ങളുടെ നാട്ടിലെ പീസ് പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ടൈം ഞങ്ങൾ ഓണം ആഘോഷിച്ചത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഇതേപോലെയാണ് ചെയ്യുന്നത്, ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് ഈ തവണ ഓണത്തിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് വാഷ് ചെയ്യാത്തതാണ്. വാഷ് ചെയ്യാതെ തന്നെ നമുക്കിതൊന്ന് ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയാകും. ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ, റോസ്റ്റ് ആവുന്നതിൻ്റെ. അപ്പോഴത്തേക്ക് അറിയാം ഇത് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അന്നേരത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അടിയിലൊക്കെ കിടന്ന കുറച്ച് പരിപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അത് സാരമില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അതായത് 1/4 കപ്പിന് 1.5 കപ്പ് വെള്ളം, ഡബിൾ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പേരിന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു പേരിന് മതിയാവും, ഒരുപാട് മഞ്ഞ കളർ ഇല്ല ഈ കറിക്ക്. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഈ കുക്കറിൽ ഇങ്ങനെ പതഞ്ഞ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും എരിവില്ലാത്തൊരു കറിയാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് വിസിൽ എത്ര എണ്ണം കേൾപ്പിക്കണമെന്ന് പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ ഒരു 4 വിസിൽ വരെ കേൾപ്പിക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മളുടെ ഇതിലേക്ക് വെക്കേണ്ട അരപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അരപ്പ് വന്നിട്ട് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഞാൻ എടുക്കുന്നുണ്ട്. 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പായിരുന്നു. അപ്പോൾ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം അല്പം വെള്ളം ചേർക്കുക, അതിനുശേഷം ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരിതരിപ്പ് ഉണ്ടാവരുത് തേങ്ങയുടെ. നന്നായിട്ട് അരിഞ്ഞ് കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. പരിപ്പായിട്ട് കിടക്കാൻ പാടില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചുടച്ച് കൊടുക്കാം. ഒരുപാട് ചാറുകറിയോടുകൂടി എടുക്കുന്ന ഒരു കറിയല്ല കട്ടിപ്പരിപ്പ് എന്ന് പറയുന്നത്. കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ചാറായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ പരിപ്പ് വെന്തതാണ്. ഇനി നമ്മുടെ അരപ്പും കൂടെയാണൊന്ന് വേവാനുള്ളത്. അപ്പോൾ അരപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിൻ്റെ മിക്സിയിലൊന്ന് കഴുകി ആ ഒരു വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഒരു 3-4 മിനിറ്റ് നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് വരും. നമ്മുടെ ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറി കറക്റ്റ് പരുവായിട്ടുണ്ടാവും. ഇപ്പം കണ്ടാൽ കുറച്ച് വെള്ളം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കട്ടിയാവും കേട്ടോ. ഇനി അല്പം കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഈ ഒരു പരുവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കേണ്ടി വരും. എങ്കിൽ ഈ ഒരു പരുവത്തിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലായതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയാവും ഈ സംഭവം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അല്പം കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യ്, അല്ലെങ്കിൽ ഇത് പശുവിൻ നെയ്യാണ്. നെയ്യ് അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലതാണ്. നമ്മൾ സദ്യയിൽ പൊതുവേ നമ്മൾ നെയ്യാണ് ഉപയോഗിക്കാറുള്ളത്. നെയ്യും ചോറും കട്ടിപ്പരിപ്പും പപ്പടവും കൂടിയാണല്ലോ കഴിക്കുന്നത്. ഇനി നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കഴിഞ്ഞു.
ഇത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ വയ്ക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്ക്, നേരത്തെ കണ്ട കൺസിസ്റ്റൻസി ആണോ ഇതിന്? നല്ല കട്ടിയായിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ സദ്യയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന പരുവമായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ പരിപ്പിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ടിപ്പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണസദ്യക്ക് എല്ലാവരും ഈ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള കട്ടിപ്പരിപ്പ് ഉണ്ടാക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒട്ടും തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 1-2 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു.